ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഇക്ക വർക്കിന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ വീഡിയോയിലുള്ളൂ എന്ന് വിചാരിക്കും. നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളത്. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ സംഭവം ഇക്ക പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും അന്തം വിട്ട ആ ഒരു സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, ചെറുത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല നല്ല സന്തോഷമായിട്ടാണ്. അവർ എപ്പോഴും ചോദിച്ച് ആൾക്കാരടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആ സർപ്രൈസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ വീഡിയോ നിർത്തിയിട്ട് നിങ്ങൾ അങ്ങനെ പോവേണ്ട, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണിച്ചിട്ട് തരാം അല്ലേ. വാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇക്ക പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ എൻ്റെ പാൽക്കുപ്പി ഞാൻ കാണിച്ചു തരാണ്. സംഭവം എന്താ വെച്ചാൽ ഇക്ക വന്നാലുള്ളൂ പാല് സൊസൈറ്റിയിൽ പോയി വാങ്ങിക്കലിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കവർ പാലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇക്ക ഇന്ന് ഇച്ചുക്കുട്ടനെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ അവളിനെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ അവൾ ഇക്കല്ലാത്ത സമയത്ത് നടന്നിട്ടാണ് പോകൽ. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വാപ്പച്ചി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വാപ്പച്ചിട്ട് ചുറ്റും നിൽക്കുകയാണ് മക്കൾ കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് എന്തായാലും ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഹായ് പറയടാ. ഏയ് എൻ്റെ റംസാനെ, എനിക്ക് വയ്യ. ഹായ് പറയടാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസ് വേറെ ഒന്നുമല്ല ഗൈസ്. എൻ്റെ മക്കൾക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ വർക്കിന് പോയിട്ട് വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ രാത്രി തന്നെ ഇവർ ഇത് കണ്ടപ്പോൾ ഉറക്കത്തു നിന്ന് എണീപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പച്ചി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ എണീപ്പിക്കണം എന്നൊക്കെ 3 ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതാണ് സംഭവം എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഞെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. അപ്പം തന്നെ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ 2 പാക്കറ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കേട് വരുമോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയൊക്കെ ഒരുപാട് വൈകിട്ടല്ലേ വന്നത്, അതുകൊണ്ട് അത് ഒന്നും കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈസ്. ചിക്കൻ നൂഡിൽസ് ആയിരുന്നു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആരുടെ വർത്താനം പറയണമെന്ന് വെച്ചാൽ ഇക്കയും മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇച്ചുക്കുട്ടന് പറയണ്, വാപ്പച്ചി ഷേവ് ചെയ്തിട്ടില്ലാട്ടും വെച്ചി കാണിച്ചു കൊടുക്കണ്ട, വാപ്പച്ചി ചുള്ളനായിട്ട് കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ഉണ്ണികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാൻ ഈ കോലത്തിൽ എല്ലാവരും കണ്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും എൻ്റെ ഇക്കല്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അവളുടെ അടുത്ത്. അപ്പോൾ ഈ ഉമ്മാക്ക് ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കുഴിമന്തി അല്ലാണ്ട് ഇതും കഴിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ടേസ്റ്റ് മനസ്സിലായത്. ഒരുപാടൊന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചുക്കുട്ടൻ അവിടെ നിന്ന് പറയണം, എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സമയമായിമ്മ, ഞാനാണ് ബൊക്കെ കൊടുക്കേണ്ടത്, എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക മീൻകാരൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അയിലയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ തലയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമുക്ക് എന്തായാലും ബൊക്കെ കൊടുക്കേണ്ട ആളല്ലേ. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടീച്ചർ. അപ്പോൾ നോർമലി എപ്പോഴും പോകുമ്പോഴൊന്നും അങ്ങനെ ഒരുങ്ങിയിട്ടൊന്നും പോവില്ല, പൗഡർ ഇട്ടിട്ടൊക്കെ പോവുള്ളൂ. പക്ഷേ ഇന്ന് നന്നായിട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എനിക്കറിയണ പോലത്തെ മേക്കപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവൾ അമ്മച്ചി ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കട്ടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള സമയമില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണേ, 2 ആൺകുട്ടികളായിട്ട് ഒരു പെൺകുട്ടി, 2 ആൺകുട്ടികൾക്ക് ശേഷമൊന്നുമല്ല എങ്കിലും ഒരു പെൺകുട്ടീനെ ഒരുക്കണ ആ ഒരു സുഖം ആൺകുട്ടികൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയണ കേൾക്കാമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു. അവൾക്ക് ഒരുക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവളങ്ങനെ നിന്ന് തരാറില്ല. ഞാൻ ഇങ്ങനെ ഒരുക്കി കൊടുക്കാനും ഉടുപ്പിട്ട് കൊടുക്കാനും പുതിയ ഡ്രസ്സൊക്കെ കൂടുതലായിട്ട് ഇവൾക്കാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. അതൊരു ഇക്കാക്കും അതേപോലെ പെൺകുട്ടികളോട് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവളുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഇവൾ പാട്ടിനും ചേർന്നിട്ടുണ്ട് കേട്ടോ. പാട്ടിന് സംഘഗാനത്തിനൊക്കെ ചേർന്നുണ്ട്. അപ്പോൾ അതിന് വേറെ ഉടുപ്പുണ്ട്. അപ്പോൾ ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് പാടും അവൾ. അപ്പോൾ രാവിലെ പോകാൻ വേണ്ടി ഒരുങ്ങണം. അപ്പം ഇന്ന് എൻ്റെക്കായാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ റംസാനിക്ക് പോകാൻ സമയമായിട്ടില്ല കേട്ടോ. അവനിക്ക് പിന്നെ അടുത്താണല്ലോ സ്കൂളുള്ളത്, അതുകൊണ്ട് നടന്ന് കൊണ്ടാക്കിയാലും മതി. പക്ഷേ അവനിപ്പോൾ വാപ്പച്ചി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ വാപ്പച്ചി എന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. സമയം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, നിനക്ക് പോകാൻ സമയമായില്ല, നീ പോകുന്നു. അപ്പോൾ ആദ്യം താത്തച്ചി പോട്ടെ എന്നിട്ട് ഞാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയണം അവന്. അപ്പോൾ പെട്ടെന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. വലൈക്കും സലാം. അങ്ങനെ എൻ്റെ മോള് പോയി. നീ പോണില്ലടാ, നീ സൈക്കിളിൽ കളിച്ചോട്ടെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്, എല്ലാം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.